മഞ്ഞും മഴയും വെയിലും കൂസാതെ പുഴ കടന്ന് മല കയറി കുന്നുതാണ്ടി അറുതിയില്ലാത്ത ജീവിത ദുരിതങ്ങളുടെ ആഴത്തിലേക്ക് വീണുപോയ മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ ജനനേതാവാണ്. ഒരു പഴയ മുദ്രാവാക്യം പോലെ ഒരു രാവിലെ ഇടിവെട്ടി കുടുകുടപ്പെയ്യുന്ന കർക്കിടക രാവിലെ മഴയല്ല വിപ്ലവം, തമ്പുരാൻ ഞെരടിയാൽ ഞെട്ടറ്റ് വീഴുന്ന പിച്ചകച്ചെടിയിലെ പൂവല്ല വിപ്ലവം. ആ മുദ്രാവാക്യം മുദ്രാഗീതം അനശ്വരമാക്കിയ, അത് അന്വർത്ഥമാക്കിയ വിപ്ലവ ജീവിതമാണ് കടന്നു പോകുന്നത്. ഒരു മഴക്കൂട് പോലെ പൊട്ടിമുളച്ചതല്ല വി എസിന്റെ പ്രസ്ഥാനം. മുട്ടുമടക്കാതെ ജന്മിക്കും തമ്പ്രാൻ മുന്നിൽ മുണ്ടുമടക്കി കുത്തി നിവർന്നു നിന്ന നേതാവിനെയാണ് നഷ്ടമാകുന്നത്. ആ പ്രിയ നേതാവിന് അന്ത്യയാത്രയിൽ ഒപ്പം ചേരുകയാണ്. ഓടിയും നടന്നും കിതച്ചും മുദ്രാവാക്യം മുഴക്കിയും മുഷ്ടി ചുരട്ടി വാനിലേക്കുയർത്തി ഒരിക്കൽ കൂടി അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ പ്രിയ സഖാക്കൾ ഒപ്പം നടക്കുകയാണ് വി എസിനൊപ്പം. അങ്ങനെ കൊല്ലത്തേക്ക് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ മണ്ണിലേക്ക് വി എസ് എത്തുകയാണ്. വി എസിന്റെ സംഘാടന മികവിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി അവിടെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾ, കയർ തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ നിരവധി ഫാക്ടറികൾ, തൊഴിൽശാലകൾ, CPM-ന്റെയും CITU-വിന്റെയും ഒക്കെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ കൊടി വി എസ് ഉയർത്തിക്കെട്ടിയ ആ മണ്ണിലൂടെയാണ് വി എസിന്റെ മടക്കയാത്ര. വി എസിന്റെ യൗവനകാലത്തും വാർദ്ധക്യത്തിലുമൊക്കെയും സജീവമായി തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും ചെത്തുതൊഴിലാളി യൂണിയന്റെ ഭാഗമായിരുന്ന, ഭാരവാഹിത്വം വഹിച്ചിരുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെ, അങ്ങനെ ഒരു സംഘാടകനെ ഇനി ഒരു പക്ഷേ അല്ലെങ്കിൽ ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടേയില്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPM-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ. ആ നേതാവിനാണ് വിട ചൊല്ലുന്നത്.